പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതല്ലേ നല്ലത്? അറിയുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നതല്ലേ അറിയാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത്? ഇതാണ് ചോദ്യം, ആണല്ലോ ചോദ്യം. ഈ ഒരു ചിന്ത പൂർണ്ണമായും തെറ്റായ ചിന്തയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് പൂർണ്ണമായി മറ്റൊരു മനുഷ്യൻ അറിഞ്ഞാൽ അത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തും. ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, നിങ്ങൾ ഇടത്തെ നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളെക്കുറിച്ച് എല്ലാം നിങ്ങളുടെ വാപ്പക്കും ഉമ്മക്കും അറിയുമായിരുന്നു എങ്കിൽ നിങ്ങളുടെ വാപ്പയും നിങ്ങളെ തല്ലി ഓടിക്കൂലേ വീട്ടിൽ നിന്ന്? ചിലത് അവരറിയാത്തത് കൊണ്ടല്ലേ, ചിലത് മറയിട്ടത് കൊണ്ടല്ലേ. ഒരാളെ കുറിച്ചെല്ലാം അറിയുക എന്നത് അയാളുടെ കൂടെ ജീവിക്കാനുള്ള ഡിസ്ക്വാളിഫിക്കേഷനാണ്, ക്വാളിഫിക്കേഷൻ അല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചവർക്കും പെൺകുട്ടികൾക്കും അത് മനസ്സിലാവും. ഒരു കല്യാണം കഴിഞ്ഞു, ഞാൻ ചുരുക്കി പറയാം, നമുക്ക് സമയം കുറവായതുകൊണ്ട് ചുരുക്കി പറയാം. ഒരു കല്യാണം കഴിഞ്ഞു. കല്യാണം നടന്നത് അറേഞ്ച്ഡ് മാരേജാണ്. ബാപ്പയും ഉമ്മയും കൂടി ചേർന്നുണ്ടാക്കിയ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞു. ആദ്യ രാത്രി ഭർത്താവ് ഭാര്യയുടെ റൂമിലേക്ക് വന്നു. റൂം കയറി ഭാര്യൻ്റെ അടുത്ത് ഭർത്താവ് ഇരുന്നു. അവളുടെ തലയിൽ കൈവച്ചിട്ട് ഭർത്താവ് പ്രാർത്ഥിച്ച് അവളുടെ കൈ പിടിച്ചിട്ട് ഭർത്താവ് പറഞ്ഞു, നമ്മൾ ജീവിതം തുടങ്ങാൻ പോകണം. ഭാര്യ പറഞ്ഞു, ശരി. അറേഞ്ച്ഡ് മാരേജാണ്. ഇവനെക്കുറിച്ച് ഭാര്യക്ക് ഒന്നും അറിയില്ല, ഒന്നും. കൈ പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, ഞാനും നീയും ജീവിക്കാൻ തുടങ്ങുകയാണ്, അതുകൊണ്ട് എന്നെക്കുറിച്ച് നീ എല്ലാം അറിയണം. ഭാര്യ പറഞ്ഞു, ശരി. അങ്ങനെ ഈ ചങ്ങാതി എല്ലാ കാര്യങ്ങളും ഭാര്യയോട് തുറന്നു പറഞ്ഞു. ഞാൻ ആദ്യമായി ഒരു പെണ്ണിനെ പ്രേമിച്ചത് 9ാം ക്ലാസ് എന്നാണ്. ആ പ്രേമം പിന്നെ പോയി 10ാം ക്ലാസ് നിന്ന് പിന്നെ പ്രേമിച്ചു, +1 പ്രേമിച്ചു, +2 പ്രേമിച്ചു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഒരു വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ടൂറിന് പോയപ്പോൾ ആദ്യമായിട്ട് കള്ളു കുടിച്ചത്. സകലതും അവന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലുണ്ടായ സകലതും ഈ പെൺകുട്ടിയോട് രാത്രി 2 മണി വരെ അവൻ തുറന്നു പറഞ്ഞു എല്ലാം. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇപ്പൊ ഞാൻ ഡീസൻ്റാണ്, അതുകൊണ്ട് നമുക്ക് ജീവിതം തുടങ്ങാം. എൻ്റെ ശബ്ദം കേട്ട എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ഇവർ ജീവിതം തുടങ്ങുമോ, ജീവിതം അവിടെ തീരുമോ? നിങ്ങൾ ചിന്തിക്കും. ഇനി ഇവർ ജീവിതം തുടങ്ങുമോ, ജീവിതം തീരുമോ? പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ബേജാറ് തുടങ്ങൂലേ? ഇവൻ നേരം വെളുത്തിട്ട് ഈ ചെറുക്കൻ പറയാണ്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഈ പെൺകുട്ടിക്ക് ബേജാറ് തുടങ്ങും. എന്താ ബേജാറ്? ഇവൻ പോയത് കള്ളുടിക്കാനാണോ, വ്യഭിചരിക്കാനാണോ, പെണ്ണ് പിടിക്കാനാണോ? അപ്പൊ അവനെ കുറിച്ചെല്ലാം അറിഞ്ഞത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണോ? അല്ല. ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മനുഷ്യൻ ഏതൊരു സമയത്തും നന്നാവാം, ഏത് സമയത്തും ചീത്തയാവുകയും ചെയ്യാം. അപ്പൊ ഒരാൾ കുറെ തെറ്റ് ചെയ്തു, കുറെ തെറ്റുകൾ പറ്റി. ഒരു മനുഷ്യന് പഠിക്കുമ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ട്, പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാറ്റിനും അയാൾ തൗബ ചെയ്ത് അയാൾ നല്ല മനുഷ്യനായി. പിന്നെ അയാളുടെ ബാക്കോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരാളെ കുറിച്ച് എല്ലാം അറിയുക എന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്വാളിഫിക്കേഷൻ അല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് പ്രേമവിവാഹങ്ങൾ പരാജയത്തിലേക്ക് പോവുക. കാരണം എന്താ? ഞാനിപ്പം പറഞ്ഞത് എന്താ? രാത്രി 9:30 മണിക്ക് റൂം കയറിയിട്ട് 2 മണി വരെ അയാൾ ജീവിതത്തിൽ നടന്ന സകലതും ഈ പെണ്ണിന് പറഞ്ഞു കൊടുത്തു. പക്ഷെ പ്രേമിക്കും എന്താ സംഭവിക്കുക? അവർ 2 കൊല്ലം കൊണ്ട്, 6 മാസം കൊണ്ട്, 3 കൊല്ലം കൊണ്ട് അയാളെല്ലാം ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും. കാരണം സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാ, വിഷയം ഉണ്ടാവില്ല. അപ്പം എല്ലാം പറഞ്ഞ് എല്ലാം ഇവള് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ ബന്ധം തകരുക. ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രേമിക്കുമ്പോൾ ഒരാളെക്കുറിച്ച് എല്ലാം മനസ്സിലാകും എന്നത് അബദ്ധമാണ് എന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം സൂചിപ്പിച്ചല്ലോ. 23-കാരനായ ഒരു കിട്ടിയില്ലല്ലോ, തന്നെ കൊല്ലാൻ വേണ്ടിയാ കൊണ്ടുപോകുന്നതെന്ന്. തലക്കിങ്ങനെ അടി കിട്ടിയിട്ട് തല പൊളിഞ്ഞ് 2ആയിട്ട് ഈ പെൺകുട്ടി ഒരു കസേരയിൽ ഇരിക്കുന്ന മാതിരിയാ പോലീസിന് കിട്ടിയത്. പോലീസ് എന്ന് നോക്കിയപ്പോൾ മരിച്ച് നിലത്ത് വീണതല്ല, കസേരയിൽ ഇങ്ങനെ അടി കയറ്റിയിരിക്കുകയാണ്. അപ്പൊ ഈ പെൺകുട്ടിക്ക് മനസ്സിലായോ? ഇല്ല. അതിന്റെ തൊട്ട് മുമ്പ് നമ്മളിപ്പോ ഒരു കേസ് വിധിയായി. കഷായം കൊടുത്ത് വിഷം കൊടുത്തിട്ട് ഒരാളെ കൊന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കേട്ടു. ഈ ചെറുക്കന് ഇവളെ കുറിച്ച് വല്ലതും മനസ്സിലായോ? അതുകൊണ്ട് പ്രേമിക്കുമ്പോൾ ഒരു കുന്തവും മനസ്സിലാവില്ല. പ്രേമം എന്നത് വൈകാരികതയാണ്. വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ബുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഈ ചോദ്യം എഴുതിയത് ഏതോ പെൺകുട്ടിയായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചിന്തിക്കുക, ഇത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ ജീവനും ജീവിതവും തകർക്കും എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്തക്ക് അടിസ്ഥാനമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.